ഹായ്, നമസ്കാരം. ഞാൻ സുധീഷാണ്. ഇപ്പോഴാണ് വഴിത്തിരിവിലായതല്ലേ.
സുധീഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് എന്ന് പറയുന്നൊരു സംശയം ജനിച്ചിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഈ കഥ കേട്ടപ്പോൾ അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. ഒരു മാറ്റം വരാൻ പോകണമല്ലോ, ഇതുവരെ ഇതൊരു മാറ്റം, ഇത് എങ്ങനെ എന്നെ വിളിച്ചു, വളരെ സന്തോഷമായി. കാരണം നമ്മൾ ശ്രമിക്കാതെ തന്നെ കിട്ടിയൊരു കാര്യമാണത്. അത് അവർക്കറിയാം, അവർക്കൊരു എന്താ പറയുക, ചിലപ്പം അവർ തോന്നിക്കാണും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മുഖം അതിലേക്ക് വേണമെന്ന് അവർ ആഗ്രഹിച്ച് കാണും. എന്താണെങ്കിലും എന്നാലും ഞാനവിടെ എത്തി മേക്കപ്പൊക്കെ ചെയ്ത് എന്നോട് താടി വെക്കാൻ പറഞ്ഞു, താടി വെച്ചോളം പറഞ്ഞു. കാരണം പഴയ സുധീഷിനല്ല നമുക്ക് വേണ്ടത്, താടി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താടിയൊക്കെ വെച്ച് നീട്ടി നല്ല കറുത്ത താടിയൊക്കെ ആയിട്ട് പോവുക. നോക്കിയപ്പോൾ കറുത്ത താടിയല്ല വേണ്ടത്, വെളുത്ത താടിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് വാഷ് ചെയ്ത്, താടി മൊത്തം വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിച്ച്. അപ്പോൾ അവർക്ക് വന്നാലും ഞാൻ എൻ്റെ അപ്പിയറൻസ് കണ്ടപ്പോൾ 50% ഓക്കെ അമ്മാവിലേക്ക്. പിന്നെ ആദ്യത്തെ സീൻ എടുത്തോടുകൂടി അവർ കംപ്ലീറ്റ് അവർ സന്തോഷം. അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നിയൊരു കാര്യമാണത്. അങ്ങനെ എല്ലാവർക്കും തോന്നട്ടെ, വ്യത്യസ്തമായ വേഷങ്ങൾ തരാൻ എന്നെനിക്ക് ഇതിലൂടെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് പോയി ചോദിക്കാൻ ശ്രമിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അല്ല, എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ എനിക്ക് വലിക്കാനറിയാം. അത് വെച്ചാൽ ഇതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും അച്ഛനും പണ്ട് ഒരു ഷോർട്ട് ഫിലിം, കുറേ മുമ്പ് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ പണ്ട് ടെലിഫിലിമുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു തൻ്റെടിയായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം ഒരു ബീഡി വലിക്കേണ്ട ഒരു സംഭവം വന്നത്. അപ്പോൾ ബീഡി വലിച്ചുകൊണ്ട് കത്തിച്ചുകൊണ്ട് തന്നെ അച്ഛനെ നെഞ്ചി തീറി പിടിക്കുന്ന അച്ഛൻ വേറെ കഥാപാത്രമാണ് അതിൽ. അപ്പോൾ ആദ്യം എനിക്ക് അങ്ങനെ ചെയ്യുക, ബീഡി വലിക്കുക, അച്ഛന് മുമ്പിൽ ബീഡി വലിക്കുക എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ നെഞ്ചി തീറി പിടിക്കുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് വലിക്കടാ, ധൈര്യമായിട്ട് പിടിക്കടാ, ഇങ്ങോട്ട് പിടിച്ചോളാം, ധൈര്യമായിട്ട് ആരും നോക്കരുത്, ഞാൻ അച്ഛനല്ല മുമ്പിൽ നിൽക്കുന്നത്, കഥാപാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അത് പണ്ടേ എനിക്ക് തരുന്നൊരു ഇതാണ്. പണ്ടൊക്കെ ഈ കാമുകിമാരൊത്ത്, മീൻസ് നായികമാരൊത്ത് ഞാൻ കുറേ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ. അപ്പോൾ അതിൽ നായികമാരൊത്ത് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ വരുമ്പോൾ അഭിനയിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഫോട്ടോ സെക്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു അങ്ങനെ ഒരു സമയത്ത് എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, എന്തിനാണ് നാണിക്കുന്നത്, അതിനിടയ്ക്ക് കെട്ടിപ്പിടിക്കുക, നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു അച്ഛനാണത്. അത്രയും ഭയങ്കര തുറന്ന ഒരു പിന്നെ കലാപരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പ്രോത്സാഹനം തന്നെയാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, അച്ഛൻ്റെ പ്രോത്സാഹനം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ വലിച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ ഒന്ന് രണ്ട് സമയങ്ങളിൽ ഈ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ അധികം വലിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വലിക്കേണ്ടി വന്നത് ഈ തീവണ്ടിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ചോദിച്ചു, പലരും ചോദിച്ചു, അത് എങ്ങനെ വലിക്കുന്നുണ്ട്, നല്ല കള്ളവലി ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാനുള്ള വേഷങ്ങളാണ് എനിക്കിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേത് എനിക്ക് ഉറപ്പാണ്. പണ്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നായകൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, അടിപൊളി, പിന്നെ നായകൻ്റെ അനിയനാണ് കേട്ടോ, ഇങ്ങനെ 2-3 കാറ്റഗറി ഉള്ളു വരാനായിട്ട്. പിന്നെ പറയും, പിന്നെ സുധീഷ നല്ല സിമ്പതി കിട്ടുന്ന ഒരാളാണ്, കുറച്ച് കഴിഞ്ഞാൽ മരിക്കും, ഇൻ്റർവ്യൂവിന് ശേഷം മരിക്കും, നല്ല സിമ്പതി കിട്ടും, ഇങ്ങനെ കുറേ സിമ്പതി കിട്ടി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ എനിക്ക് ഒരാൾ ഫോൺ വരുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും ചെയ്യാനുണ്ടോ വ്യത്യസ്തമായിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ പല സിനിമകളും ഓരോന്നും ഡിഫറെൻ്റാണ്. ചിലത് കൊച്ചു കൊച്ചു വേഷങ്ങളാണ്, പക്ഷെ എല്ലാത്തിലും എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഡിഫറെൻ്റായിട്ട് ക്യാരക്ടേഴ്സായിട്ട് മാറി. പിന്നെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലർ പറയുന്നത് വെച്ചാൽ സുധീഷ് തീവണ്ടിയുടെ അമ്മാവനൊക്കെ ചെയ്ത്, എന്നാലും ഇപ്പോഴങ്ങനെ പ്രായം തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ ചിലർ പറയും. അപ്പോൾ എന്നോട് അത് ഗുണമാണ്. കാരണം സുധീഷിന് ചെറുപ്പമായിട്ട് അഭിനയിച്ചിട്ട് അത് പ്രായമായിട്ട് മാറുന്ന കാര്യം 2 അപ്പിയറൻസിലേക്കും വേണമെങ്കിൽ സുധീഷിനെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ല, ചിലപ്പോൾ ഒരു പാച്ചൊക്കെ വെച്ചിട്ട് ചെറുപ്പക്കാരനാക്കിയിട്ട് പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ പാച്ച് ഒഴിവാക്കിയിട്ട് വേറൊരു മേക്കപ്പ് ലുക്ക്, അങ്ങനെ ഞാനിപ്പോൾ അടുത്തൊരു പടം ചെയ്തു, 5-ാം പാതിര എന്ന് പറഞ്ഞ കുഞ്ചാക്കോ പോയിൻ്റെ ഒരു സിനിമ ചെയ്തു. അതിലിങ്ങനെ 2 ഗെറ്റപ്പ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ഡിഫറെൻറ്റ് ഗെറ്റപ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ നമ്മുടെ ചാക്കോച്ചൻ നായകനാവുന്ന മിഥുൻ മാനുവൽ തോമസിൻ്റെ 5-ാം പാതിര എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ദുൽഖറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്, കുറുപ്പ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഒരുവിധം എല്ലാവരും കൂടെ അഭിനയിച്ചു, ദുൽഖർ മാത്രം ബാക്കിയുണ്ടായിരുന്നു, എന്നെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറുപ്പിലേക്ക് അവസരം വന്നത്. അപ്പോൾ കുറുപ്പിൽ ഇപ്പോൾ അഭിനയിച്ചു ദുൽഖറിൻ്റെ കൂടെ. ശ്രീനാഥ് ഡയറക്റ്റ് ചെയ്യുന്ന, മിനിയാണ് സ്ക്രിപ്റ്റ്. പിന്നെ ടൊവിനോടെ തന്നെ എടക്കാട് ബറ്റാലിയൻ, കിലോമീറ്റേഴ്സിന് കിലോമീറ്റേഴ്സ് വരാനുള്ള, പിന്നെ നമ്മുടെ നടൻ മുസ്തഫ സംവിധാനം ചെയ്യുന്ന സിനിമ,
മുസ്തുവിൽ വളരെ പണ്ട് മുതലേ ഞങ്ങൾ അടുപ്പമാണ്. അപ്പോൾ മുസ്തുവിന് ഒരു സിനിമ ചെയ്യുമ്പോൾ സുധീഷേട്ടൻ വേണമെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് പടങ്ങൾ. പിന്നെ ഒരു പ്രതീക്ഷയുള്ള വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയാണ്. അത് നമ്മുടെ സണ്ണി വെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടവെട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഇതുവരെ കേട്ടതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ചെയ്യാനുള്ളൊരു ത്രില്ലാണ് ഞാൻ ഇപ്പോഴൊക്കെ ഇരിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആവേശത്തിലാണ്. നിവിൻ പോളിയാണ് ഹീറോ. നല്ല ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട്. പിന്നീട് ലൈക്ക എന്ന് പറയുന്ന സിനിമ ഉണ്ട്. കുറച്ച് പടങ്ങളുണ്ട്. ഇടക്കാരെ പറ്റാരയിലെ രസം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പോലീസ് വേഷം ചെയ്യാൻ വേണ്ടി കുറേ ആഗ്രഹിച്ചിരുന്നു. ആദ്യമായിട്ട് പോലീസ് വേഷം ചെയ്യുന്നത് കൽക്കിയിലാണ്. ഇത്രയും കാലത്തിനിടയിൽ ഉടനെ തന്നെ അടുത്ത പോലീസ് വേഷം കിട്ടി, ഇടക്കാട് ബറ്റാലിയൻ. ഇത് തുടരെ പെട്ടെന്ന് വന്നു. ഇടക്കാട് ബറ്റാലിയനിലും പോലീസ് വേഷമാണ്, കോൺസ്റ്റബിളായിട്ടാണ്. നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ സിനിമയുടെ സസ്പെൻസ് ഞാൻ കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സിനിമ കണ്ട് തന്നെ നിങ്ങൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ ഒരു രസം പോകും. അപ്പോൾ അതൊരു തൽക്കാലം നല്ല സിനിമയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഈ സിനിമ നമ്മുടെ യുവാക്കൾക്ക്, ഇന്നത്തെ ജനങ്ങൾക്ക്, നമ്മുടെ അടുത്ത് വരാൻ പോണ തലമുറയ്ക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ സിനിമ. അത് കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും നല്ല ക്യാരക്ടറാണ് ടൊവിനോ അവർ ചെയ്തിരിക്കുന്നത്. മകൻ്റെ പുതിയ വിശേഷം വന്നാൽ മകനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ, കൊച്ചവ പോലോ അയ്യപ്പ കോലോ കുഞ്ചാക്കോവൻ്റെ. അതിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി, വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് ജനങ്ങളോടാണ്. കാരണം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. സിനിമ വന്ന സമയത്തൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് എനിക്കും മകനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയാനുണ്ട്. പിന്നെ അതിന് ശേഷം പലരും ചോദിക്കുന്നുണ്ട്, എന്താ പുതിയ സിനിമയൊന്നും കാണുന്നില്ല, പുതിയ പടത്തിലൊന്നും ഇല്ലല്ലോ, എന്താ പടത്തിൽ അഭിനയിക്കാത്ത, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ പഠിത്തത്തിൻ്റെ മുകളിൽ വലിയ ഇതുണ്ടായിട്ടല്ല, പക്ഷേ എന്നാൽ കൂടെ അവനെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എത്ര വയസ്സായി, എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. എല്ലാവരും ധാരണ ഒരു 15-16 വയസ്സായി എന്നുള്ളതാണ്. അവനിപ്പോൾ 12 കഴിഞ്ഞ് 13ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. നോക്കാം, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ അവന് കുറച്ച് മെച്ചൂർഡായി വരികയാണല്ലോ, അവൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന്. ഇല്ലെങ്കിൽ എനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു സ്നേഹം എനിക്ക് എന്താണെന്നല്ല. പുള്ളി കോഴിക്കോട്ടുകാരനാണ്, പക്ഷെ എറണാകുളത്താണ് സ്ഥിരതാമസം തോന്നുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹം പിന്നെ ആ പടത്തിന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതുപോലെ എഴുത്തുകാരൻ വിനിയും. അപ്പോൾ അത് സംഭവിച്ചാണ്. അതിപ്പം ഈ പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ള കഴിവും ശ്രമവും ഒക്കെ വേണം. എല്ലാത്തിനുപരി ഒരു ഭാഗ്യം വേണം എന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കിയത്. കാരണം ആ സിനിമ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ആവേശത്തോടു കൂടി ത്രില്ലടിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വളരെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ടൊക്കെ ഞാൻ ആ പടത്തിൽ അഭിനയിച്ചു. എന്നിരുന്നാലും ആ പടം ഓടണ്ടേ, പടം ഓടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ അമ്മാവൻ ശ്രദ്ധിക്കപ്പെടാതെ പോകും. ഭാഗ്യം കൊണ്ട് ആ സിനിമ ഓടി, ഒരുപാട് പേർക്ക് ആ പടം ഗുണം ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. അയ്യോ, പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോഴത്തെ വാക്ക് പറയുന്ന പോലെ പൊളിച്ച ടീമാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഫ്രീ ആണ് എല്ലാവരും. ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ഒരു ഭയങ്കര കൂളാണ്, ഭയങ്കര നല്ല രസമുള്ള ചിന്താഗതി. അങ്ങനെ ഒരുപാട് ഈഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി മുതിർന്നവരെ ബഹുമാനിക്കുകയും ഒക്കെ വളരെ സിമ്പിളാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ കൂടെ അങ്ങനത്തെ കുഴപ്പം ഒന്നുമില്ല. വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂജനുള്ള എല്ലാ ആൾക്കാരെയും, എൻ്റെ അഭിപ്രായത്തിൽ. പരിശീലനമാണ്. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിലെ കഥാപാത്രമാകുമ്പോൾ അറിയാതെ നമ്മൾ അങ്ങനെ വായിച്ചു പോകും. ആ രീതിയിൽ നമ്മൾ അഭിനയിക്കും. അതിൽ കോഴിക്കോട്ടുകാരനോ തൃശ്ശൂരുകാരനോ അല്ലെങ്കിൽ മലപ്പുറംകാരനോ തിരുവനന്തപുരത്തുകാരനോ ഇല്ല. ഒരു വ്യക്തമായ അയാളുടെ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി, അത്രേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് കൂടുതൽ ചെറുപ്പത്തിലുള്ള റോൾസ് കിട്ടിയത് ഈ പറഞ്ഞ ഒരു വള്ളുവനാടൻ സ്ലാങ്ങുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് MT സാറിൻ്റെ ഒക്കെ അറിയാമല്ലോ, ഒരു പ്രത്യേക ആ രീതിയിലുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശീലിച്ച് അങ്ങനെ വന്നു. പിന്നെ ഞാൻ മനഃപൂർവ്വം കോഴിക്കോട് ഭാഷ പറയുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ആ ഒരു ഇതിലേക്ക് മാത്രം അങ്ങനെ ആയിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട്. കോഴിക്കോട് ഭാഷ പറയും നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന കാലിക്കറ്റ് ഇത് തന്നെയാണ്. എന്താണ് ഈ എങ്ങോട്ടോടെ പോയെന്നൊക്കെ ചോദിച്ചൊരു ഡയലോഗൊക്കെ ഉണ്ട്. സംഭവം ശരി തന്നെയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് ആവും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് എനിക്ക് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ തനതായ രീതിയിലും പറയുന്നൊരു കുഴപ്പമുണ്ടായിട്ടല്ല. കാരണം അങ്ങനെയുള്ളതാണ് ഹിറ്റായത്. മാമുക്ക പിന്നെ നമ്മുടെ നിർമ്മലും ഹരീഷൊക്കെ ആ രീതിയിൽ കാലിക്കറ്റ് രീതിയിൽ സംസാരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഇതായത്. പക്ഷെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആയതുകൊണ്ട് ആണത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്. എങ്കിലും നമ്മളെന്താ പറയുക, നമ്മുടെ കുറച്ച് ഉള്ളിൽ നിന്ന് വരുന്ന ചില വാക്കുകളും ഒക്കെ ശരിക്കും കാലിക്കറ്റിൻ്റെ ഒരു അംശം എല്ലാ ഡയലോഗ്സിലും ഉണ്ടാവും, അറിയാതെ വരുന്നത്. ആ സിനിമയിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, അടൂർ സാറിൻ്റെ സിനിമ 1987 അടൂർ സാറിൻ്റെ സിനിമ. അതിനു മുമ്പ് വാരിക്കുഴിയിൽ പക്ഷേ മുഖം കാണിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നില്ല. 1987 ഞാൻ അനന്തരമാണ് ശരിക്കും ഫസ്റ്റ് ഫിലിം അടൂർ സാറിൻ്റെ അനന്തരം, ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്ത. അതറിയാമല്ലോ, നീന്തം പഠിച്ചത് ആ പടത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നീന്താനല്ല, പുഴയിലേക്ക് ചാടാനായിരുന്നു. ചാട്ടം മാത്രം പഠിച്ചില്ല. കാരണം ഉദയായുടെ സിനിമ ചെയ്യാൻ പോകുന്നു, കുഞ്ചാക്കോ ബോബൻ്റെ അഡ്വാൻസ് കിട്ടി ആ പടത്തിൽ, അപ്പോഴൊക്കെ അച്ഛനുണ്ട്. അപ്പോൾ പടം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കൺഫേമാണ്. പക്ഷേ അത് കാണാനുള്ള ഷൂട്ടിംഗ് സമയത്തോ അല്ലെങ്കിൽ സിനിമയോ കാണാനുള്ളൊരു പക്ഷേ എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും, ആശീർവദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും അവനെപ്പറ്റി നല്ല അഭിപ്രായമൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. ആ ഒരു ആശീർവാദം ഉണ്ടാവാം. For more filmy news and entertainment news, subscribe to Celluloid Online.